സോ ഹേ ഗൈസ്, പൊളിക്കാനും പൊളിച്ചെറിയാനും ഗെയിം അല്ല 7x എപ്പിക്കിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ, ഇന്ന് നമ്മൊരു ഹാർഡ് കോർ കളിക്കാൻ പോകും. സാധാരണ ഒരു എപ്പിസോഡിൽ 10-25 തവണ പോണ ഞാൻ ഒരു തവണ ചത്ത പിന്നെ വേൾഡ് ഡിലീറ്റ് ചെയ്യാൻ മാത്രം പറ്റത്തുള്ളൂ. മിക്കവാറും ഈ കളി ഞാൻ നിർത്തേണ്ടി വരും. കാരണം ഇത് ഞാൻ നിർത്തേണ്ടതെന്ന് പറയാൻ കാരണം ചാർജ് 13. എൻ്റെ ബാക്കി പാർട്സ് അത് ഇടാം. ഇപ്പോഴത്തേനും എടാ, നിനക്കൊരു വില്ലേജിൻ്റെ സീഡ് ഞാൻ പറഞ്ഞുതരാം. സെറ്റ് വില്ലേജാണ്. മൈൻഷാഫ്റ്റും ഉണ്ട്, എൻഡൊക്കെ ഉണ്ട്, നെതർ പോർട്രസ് എല്ലാം ഉള്ളൊരു വില്ലേജ്. ഈ ഒരു സീഡ് അടിച്ചാൽ മതി. അപ്പോൾ ഹാർഡ് കോർ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ റൂൾസും കൊണ്ടാലും മിക്കവാറും ഈ എപ്പിസോഡ് ഉണ്ടാവണം ഒരു കോമഡി ഞാൻ പറയട്ടെ. ഈ വീഡിയോ ഒരു ഇൻട്രോ ആയിരിക്കും ഈ പാർട്ട് മിക്കവാറും. കാരണം നീ കാണുന്നുണ്ടെന്നറിയില്ല, ഇപ്പോഴും 13 അവിടെ ചിലപ്പോൾ ഒരു റോബക്സ് ഗിവ് അവേൻ്റെ വീഡിയോ ഉണ്ടാവും. ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടാൽ കമൻറ്റ് മാക്സിമം കിട്ടുന്ന ആൾക്ക്, അല്ലാണ്ട് ഈ ചിലപ്പോൾ റോബക്സിന് ഏതിൽ റാൻഡം പ്ലെയറിനെ ചൂസ് ചെയ്തിട്ട് അതിനയച്ചു കൊടുക്കണമായിരിക്കും. ഞാൻ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്തിട്ട് കാണിക്കുക, അല്ലാണ്ടെങ്കിൽ ഇപ്പം ആവില്ല. അപ്പം നമ്മളിവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. എടാ ഞാനേ ഇന്നാന്ന് തോന്നുന്നു ഇന്ന് ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ഇത് നോക്കണേ. അയ്യോ, എന്നെങ്ങനെയുണ്ടെന്നൊന്ന് കമൻ്റ് ഇടാൻ പറ്റുമോ? ഹാർഡ് കോർ ഹീറോ ബ്രെയിൻ ആടായി കണ്ണടയ്ക്കണ പുതിയ ഹീറോ ബ്രെയിൻ. ഗോളം സുഖല്ലേ? അടിച്ചിട്ട് ഞാൻ ഓടുന്നില്ല, കാരണം ഇത് ഹാർഡ് കോറാണ്. നേരത്തെ പോലെ അയൺ എടുക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ 3 ഇതുപോലും ഇല്ല. 3 ഓഫ് പ്ലാങ്ക് പോലും എൻ്റെ ഇല്ല. അല്ല, ഒരു 3 മണ്ണേങ്കലും മണ്ണേ കട്ട പോലും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഈ വില്ലേജിൽ ഞാൻ മുന്നേ കുറേ കളിച്ചിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ സ്ഥലവും എനിക്ക് അറിയാനാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഇവിടെ നിന്ന് പോയിട്ട് അയണിൻ്റെ പിക്കാക്സ് എടുക്കുക. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഫുള്ളൊരു ഗോൾഡ് ആർമർ സെറ്റാക്കാം. അയൺ പിക്കാക്സിനുള്ള എന്തായാലും ഉണ്ട്. ഇതേ അടങ്ങുന്ന 3 എണ്ണം. ഈ അയൺ അവളെ ഒരു വീട്ടിൽ ലെതറിൻ്റെ ആർമറുണ്ട്, നമുക്ക് അത് ഇടാം. അയണിൻ്റെ ഗോൾഡിൻ്റെ ഒക്കെ ആർമർ ലെതറിൽ പോകാൻ എല്ലാത്തിനും മാറ്റിയേക്കാം. ഈ ഓപ്പ്ളെ വിട്ടെടുക്കണേനെക്കാട്ടിയും വേഗം പറഞ്ഞാലേ ഈ ഒരു സാധനം വിട്ടെടുക്കണതാ. എത്രാമത്തെ തവണയാണാവോ അച്ചീവ്മെൻ്റ് അൺലോക്ക് ആവണേ? 3 മതിയായി കാലത്ത്. ഇനി ആകെപ്പാടെ വടി മാത്രം മതി. 8 വടി തെറ്റി. ഗോൾഡ് കൈ വെക്കുക, അങ്ങനെ തികഞ്ഞില്ലല്ലോ ആർമറിന്. എടാ ഇപ്പോഴും ആകെ ഒരേ ഒരു കാര്യം ആലോചിച്ച് പേടിയുള്ളൂ. എങ്ങാനും ഫോൺ സ്വിച്ച് ഓഫ് ആയ. ഞാൻ കുറച്ച് ഇറങ്ങുന്ന ഒരു ഹാർഡ് കോർ ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഹാർഡ് കോർ ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ യൂട്യൂബിലിട്ടാലോ. പിന്നെ ഒന്നും നോക്കില്ല. ഇന്നാൾ 1 മണിക്കൂറിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഫോൺ വരെ അടിച്ചു പോയി. ഈ ഒരു ബെഡ് അങ്ങ് വിളിച്ചിടുക. ഇല്ല ചേട്ടാ, ഒന്നും വിചാരിക്കില്ലേ. നിൻ്റെ ബെഡിന് വരുന്നാണോ നിങ്ങൾക്ക് 2 സർപ്രൈസ് ഞാൻ തരാം. ഈ വീട്ടിലാണോ നീ ഉറങ്ങണത്? എന്നാൽ ഉറങ്ങാൻ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഗോൾഡ് ആർമർ സെറ്റാക്കാൻ പോകുന്നു. ഒരു മണ്ണാങ്കട്ട വേണം, എന്നാലേ അത് നടക്കുള്ളൂ. അങ്ങനെ ആ ലാഭമുള്ളോടത്തത് വെക്കണം, അല്ലാണ്ടൊക്കെ അത് വലിച്ചു. അവിടെ നിന്ന് വെക്കുന്ന സ്ഥലം ഇവിടെ വിടാം. എനിക്കിപ്പോൾ ആകെപ്പാടെ ഉണ്ടാക്കേണ്ട ഇത്തിരി സാധനമാണ്.
ഗോൾഡൻ ആപ്പിൾ ആണെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ ആദ്യം ഇതൊന്നും ഉണ്ടാക്കട്ടെ, എന്നിട്ട് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പം ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ കത്തിപ്പോളാ. ക്രാഫ്റ്റിംഗ് ടേബിള് ഇവിടെ നിന്നൊരു ഹെൽമെറ്റ് ഇതുകൂടെ എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിലെല്ലാം എനിക്ക് മൊത്തം അറിയണുണ്ടോ ഈ വില്ലേജ്. ഞാൻ എപ്പോഴും കളിക്കും ഈ വില്ലേജ് എടുക്കാറ് സീഡ് ഉപയോഗിച്ച്. ഈ ഡയമണ്ടിൻ്റെ പിക്കാക്സൊക്കെ എടുക്കണം. ഇത് പൊട്ടിച്ച് പോർട്ടലിൽ പോയിട്ട് അവിടെ ഈ വില്ലേജുള്ള പ്രത്യേകത പറയട്ടെ. ഇനിയിപ്പോൾ ഈ വില്ലേജ് ഉണ്ടാക്കിയിട്ടേ കാണുന്ന വീടുണ്ടോ, ഈ വീടിൻ്റെ ഇവിടെ എവിടെയെങ്കിലും കുഴിച്ച് നിങ്ങൾ കുറച്ച് പോയാൽ നിങ്ങൾക്ക് മൈൻ ഷാഫ്റ്റ് കാണാം. അതും കഴിഞ്ഞ് കുറച്ച് കുഴിച്ച് പോയാൽ നിങ്ങൾ എൻഡിലെത്തും, എൻ്റെ ഫോർട്രസിൻ്റെ അവിടെ. പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ നെതറിൻ്റെ അവസാനമുണ്ട്. ലക്കെന്ന് പറഞ്ഞ അമ്മാതി ലക്ക്. അപ്പം ഇവിടെ കണ്ട് കോള് 15 കോളിൻ്റെ ആൾ ഈ അല്ലേ? ഇവൻ തന്നെ. അൺബ്രേക്കിങ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ 6 മറാളുണ്ട്. ഞാൻ ഇവിടെയുള്ള വീട്ടിൽ നിന്നേ സാധനങ്ങൾ ഇടുക. ജസ്റ്റുള്ള വീട് അത് ഈ അന്വേഷിച്ചുകൊണ്ട് തുടങ്ങുന്നത്. ഇവിടെ ജസ്റ്റുള്ള വീട് കണ്ടുപിടിക്കാനാണ് പാട്. ഇതേക്കണം ഇവിടെയാണോ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇങ്ങനത്തെ ഒരു വീട്ടിലാണോന്നറിയില്ല. ലെതറിൻ്റെ ഈ വീട്ടിലല്ല. ഈ വീട്ടിലൊരു ചെസ്റ്റ് ഉണ്ട്. ഇവിടെ ഇരുന്നാണ് ലെതറുള്ളത്. അതതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. അവിടെയാണോ? അവിടെ ഇരിക്കും. അവിടെ തന്നെ ഒരു കൃഷി നടത്താനുള്ള അത്ര ഉരുളൻകിഴങ്ങുണ്ട്. ഉരുളാൻ വേണ്ടി ഒരു കിഴങ്ങ്. കിഴങ്ങല്ല. മൈൻക്രാഫ്റ്റ് ലൈവ് ആണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടേ. വേണമെങ്കിൽ മൈൻക്രാഫ്റ്റ് ലൈവ് ഇടാം. ഇത്ര നേരം ഇത് ചാവാണ് പിടിച്ചിരിക്കണേ. എനിക്ക് എന്നെ അഭിനന്ദിക്കാൻ പറ്റും. പിന്നെ സാധാരണയൊക്കെ ചാവണമെന്ന് ഞാൻ ചിലപ്പോൾ ക്രിയേറ്റീവ് പോയിട്ട് സാധനം എടുത്തിട്ടായിരിക്കും. 9%. ഇപ്പുറത്തെ ചെസ്റ്റിൽ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതെടുത്തിടാം. എനിക്കിൻ്റെ ഫുള്ളായിട്ടുള്ള സ്ക്രീനാണുണ്ടോയെന്ന് അറിയില്ല. ഈ വീടാണ് ഞാൻ പറഞ്ഞത്. ആ വീടിൻ്റെ പോലത്തെ വേറെ ഈ വീടുണ്ടെന്ന് പറഞ്ഞത്. മൈൻക്രാഫ്റ്റിലെ ഒരു വലിയ സാധനം തന്നെ ബ്രെഡ് 1-2 എണ്ണം എടുത്ത് ഞാൻ കളഞ്ഞു. അതുകൊണ്ട് അവിടെ വീണില്ല ഒന്നും. എന്നാൽ പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് കളഞ്ഞ് എടുത്ത് പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ചെയ്യാം. ഒരു മരം വേണം. ഇൻഫിനിറ്റി മരം കൃഷി ഇവിടെ വേണം. പൂച്ച മാന്തരുത് പൂച്ച. എടാ കുഞ്ഞു പൂച്ച. ഇല്ലടാ ഞാൻ വെട്ടിക്കൊല്ലേ. ഒന്നില്ലേ ഞാൻ എൻ്റെ അറക്കെടുത്ത് വിടും. ഞാൻ മിനിമിച്ച സാധനം ഞാൻ ഇവിടെ കൊണ്ടുവരേ മോഡ് കയറ്റിയിട്ട് എന്നില്ലാനവിടെ ഹാർഡ് കോറാണോ നോക്കൂലേ. ജീവിക്കട്ടെ കുഞ്ഞി പൂച്ചല്ലേ. നമ്മളെ പുരേ കന്നെ വലുതായിട്ട് കൊണ്ടുപോവുക. ഇതാദ്യം പോയി വലുതാവും. കണ്ണാണ്ട കണ്ണടയ്ക്കണം. പുതിയ ഹീറോ ബ്രെയിനാണിത്. കണ്ണടയ്ക്കുന്ന ഹീറോ ബ്രെയിൻ. ഞാൻ പോയി ഇത് മൈൻഡ് ചെയ്തിട്ട് വരാം.
ഇവിടെ ഇവിടുത്തെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ കോമഡി ആട്ടാ. ഒരു ലോഡുണ്ട്. നമ്മ ഇപ്പം കുഴിച്ച് തീർന്ന അല്ലേ, അത് ഇപ്പുറത്തുനിന്ന് കുഴിച്ചാലെന്ന് തോന്നുന്നു കിട്ടുക. ഞാൻ ഇപ്പം തന്നെ വിളിച്ച ഹാർഡ് അതുണ്ടായി. അവിടെ ഇവിടെ എങ്ങാണ്ടൊരു കോളിൻ്റെ ഒരു ഭാഗം ഉണ്ടായില്ല, അത് കുഴിച്ച് എനിക്ക് കുറേ കോൾ കിട്ടിയിരുന്നു. ഒരു ലോഡ് കോളുള്ളൊരു സ്ഥലം. അവിടെ കോപ്പർ കിടപ്പുണ്ട്, കുഴിച്ച് നോക്കാം. ഡയമണ്ടെല്ലാം കിട്ടിയാലോ കോപ്പറിന്. എന്തായാലും കുറച്ച് വലിയ ആർമറൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് കോപ്പർ കയ്യിൽ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ വേണോ വെറുതെ എവിടെയെങ്കിലും കൊണ്ട് എറിഞ്ഞളഞ്ഞാലോ, എവിടെയെങ്കിലും കൊണ്ട് എറിഞ്ഞളയാം. നൈറ്റായി തുടങ്ങി. ഒരു സ്റ്റാക്ക് ആവണതിന് മുന്നേ അവിടെ കുറേ പേർക്ക് അറിയാത്തൊരു ഇതാ. കുറേ പേർക്ക് എങ്ങനെ ഡ്രോപ്പ് ചെയ്യാമെന്നറിയില്ല ഈ സാധനം. അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് വന്ന് ഒരു അലമ്പത്തരം കാട്ടരുത്. ഞാൻ കുറച്ച് വേണ്ടാവാൻ ഒരെണ്ണമായിട്ട് മറ്റേ പി സി കാണുന്ന പോലെ ചെയ്യാൻ പി സി തന്നെ കാണും. അല്ലാണ്ടെങ്കിൽ എന്തെങ്കിലും ആപ്പ് കയറ്റിയിട്ട് എത്തിയണം. അല്ലാണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ സെലക്ട് ചെയ്യുക, എത്ര എണ്ണം വേണമെന്നൊക്കെ സെലക്ട് ചെയ്തിടാം. എന്നിട്ട് പുറത്തെവിടെയെങ്കിലും ഞെക്കുക, അപ്പോൾ അതവിടെ പൊക്കോളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്ത് മൂന്ന് അമർത്തി പിടിക്കാം. അങ്ങനെ ഒന്ന് ഇത്തിരി ആയിട്ട് അമർത്തി പിടിച്ചാൽ പൊക്കോളൂ. അല്ലേ, ഇനിയിപ്പോൾ തൽക്കാലം ഇതിനെ ഒഴുക്കി വിടാൻ പോകും. കടലിലേക്കാണ് ഒഴുക്കിയാണ് വിടുക. അവിടെ ഇൻവെൻട്രി കയറിയത്. പിന്നെ ചില ആൾക്കാർക്ക് വേറെ സംശയമുണ്ട്. ഇപ്പം ഇത് നിങ്ങൾ വിചാരിക്കും ഇത് പി സി മാത്രം കിട്ടുള്ളൂ ഇങ്ങനെ ലോബി ആക്കുന്നത്. അത് ചെയ്യണം പറഞ്ഞുതരേ. ഇപ്പം സാധാരണ നിങ്ങളുടെ ലോബി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണിച്ചു തരയോ, ഒരു ഇത്തിരി നേരം വെയിറ്റ്. കാരണം നിങ്ങൾ ഇപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്താൽ ഇതേപോലെ ഇരിക്കും. നിങ്ങളെ ഹെൽത്ത് അവിടെ ആയിരിക്കും, ആർമർ ഫുഡൊക്കെ അപ്പുറത്ത് ഇരിക്കും. പിന്നെ നിങ്ങൾ തുടങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുവാണ്. ഇത് മാറ്റാൻ തരേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ സെറ്റിങ്സിൽ പോവാം. എടാ അവിടെ പിന്നെയും കോപ്പർ എടുക്കണേ. അല്ല അതല്ലേ വേണ്ടത്. ഇവിടെ വീഡിയോയിൽ പോവാം. ഇങ്ങനെ നീക്കി പോകുമ്പോൾ അതേ കാണാൻ ഇതുണ്ട്. അത് ക്ലാസിക് ആക്കാം. ക്ലാസിക് ആക്കി കഴിഞ്ഞാൽ റെഡിയായി. അവിടെ പിന്നെ ഈ കണ്ണിൻ്റെ ഇത് മാറ്റാനുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ ആണെങ്കിൽ കമൻറ്റ് ചെയ്താൽ വേണമെങ്കിൽ ഇടാം. അല്ലാണ്ട് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വിടാം. ഇപ്പം നിങ്ങളുടെ ഹെൽത്ത് ഇതൊക്കെ ഇവിടേക്ക് വന്നു. പിന്നെ ഇൻവെൻട്രി ഇങ്ങനെ ആയിട്ടുണ്ടാവും. എന്താ കോളെ, ഇവനെ കൊല്ലല്ലടാ. ഈ ഇവനക്ക് സപ്പോർട്ട് ചെയ്താലോ എന്ന് വിചാരിക്കും. എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് അല്ലേ, ഞാൻ എൻ്റെ കൂട്ടാൻ്റെ ഒരു അക്കൗണ്ട് പറയാം. ഒന്ന് സബ് ചെയ്യണേ. അത് ഈ കെൻജിയോന്ന് എന്ന് ഇപ്പം അവൻ പേര് മാറ്റിണ്ടേ. ബാലൻസിയോ അങ്ങനെ എന്താക്കിയുണ്ട് ഇപ്പോൾ അവൻ്റെ പേര്. എടാ പിന്നെ ഞാൻ പറഞ്ഞ കോപ്പറിൻ്റെ സ്ഥലം ഇതാണെന്ന് പറഞ്ഞു. ഇതായിരിക്കോളാം. ഇതല്ലേ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കാണില്ലേ അവിടെ, അതാണ് അത്. ഇവിടെ നിന്ന് കുഴിച്ചു തുടങ്ങിയാൽ കാണാം. കണ്ടാൽ ഇവിടെ ഉണ്ട്, കുറേ ഉണ്ട് ഇവിടെ. ഇങ്ങനെ കുഴിച്ചു പോയാൽ മതി. എനിക്കൊരു ലോഡ് കോപ്പർ അല്ല ഇത് കിട്ടും, കോള്. നമുക്കെന്തായാലും അവനേത് ട്രേഡ് ചെയ്ത് വാങ്ങാനുള്ളുണ്ട്. അതിനുള്ള കോള് ഇവിടെ എന്തായാലും ഉണ്ട്. XP ഫാമോ അതും ഇതൊക്കെ ഞാൻ XP ഫാമോ അതും ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ അതും അളവും ഇതൊക്കെ എടുത്ത് കത്താലേക്ക് ഭ്രാന്ത് തോന്നും. എത്താൽ കോളൊക്കെ ആയി. അവർക്കൊക്കെ 15 അവൻ ചോദിച്ച് അതായിട്ടുണ്ട്.
എടുത്തോളൂ. എന്താ പറയുക, എമറാൾഡ് എടുത്തിട്ട് ഞാൻ പിന്നെ ഇഷ്ടിക വാങ്ങണോടാ. എമറാൾഡ് എടുത്ത് ഇഷ്ടിക വാങ്ങാനാണ്. ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെട്ടിക്കൊല്ലല്ല. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ പോവാ, ഒറ്റ വെടിച്ചു കൊടുക്കുക. ഇങ്ങനെ തോന്നിയേക്കാം. ഞാനൊരു ടിക്ടോക്ക് വിളിച്ച് ഉണ്ടാകാം. ടിക്ടോക്ക് വിളിച്ച് ഇവർക്ക് നമ്മൾ ആൻവിലി പോയിട്ട് മറ്റേ നെയിം ചേഞ്ച് കാർഡിൽ നിന്ന് ടച്ച് നോ ബ്ലേഡ് എന്നിട്ട് കൊടുത്ത് ഇവർക്ക് കിരീടം കിട്ടും. ടച്ച് നോ ബ്ലേഡ് അത് സെക്കൻഡ് അവൻ ഇതിൽ വല്ല കാണാം. ഇപ്പം എൻ്റെ ഈ മറ്റേ എയിമിൻ്റെ സാധനം കിടക്കുന്നുണ്ട്. ആ പ്ലസിൻ്റെ അവിടെ ഹീറോ ബ്രെയിൻ വന്ന് നിൽക്കണം. അതിൻ്റെ ടെലിപ്പോർട്ടാ. നീ എൻ്റർമാൻ്റെ ഇതാ എൻ്റെ നീ എൻ്റർമാനൊന്നും ആവണ്ട. വരടാ നീ എൻ്റർമാനാവടാ. എന്ത് നിൻ്റെ കണ്ണിയായി എയിം ചെയ്തു വരും. വേണേ ഞാൻ അടിക്കുകയും ചെയ്യും. 2 അടി വെച്ചരാ. അതും കൊണ്ട് പോകും. ഒരെണ്ണം വെച്ചോണം മോശമല്ലേ. കൊണ്ടാണ് എനിക്ക് അടി. ചിലപ്പോൾ ഒരു തരി പോലും എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ആയിരിക്കും. കാരണം നമ്മൊരു ഹാർഡ് കോർ സീരീസ് ഞാൻ പറ്റിക്കണ ഒരു പരിപാടിയില്ല. അല്ലേലും പറ്റിക്കാറൊന്നുമില്ലേ. എന്ത് ചെയ്യാനുള്ളത് നമുക്ക് എന്നാൽ പിന്നെ മൈൻഡ് ഷാഫ്റ്റിക്ക് വിട്ടാലോ. വേണ്ട ഒരു ഷീൽഡും പിന്നെ മരവും വേണം അവിടെ ഏണിയൊക്കെ ഉണ്ടാക്കാൻ. അവിടെ കുറച്ച് കൂടുതൽ അയൺ ഗോളം വേണം. ആകുമ്പോൾ ഒരെണ്ണത്തിലെങ്കിലും അടിക്കും. എടാ അവൻ മറ്റേ ജോലിയുള്ളതല്ലേ, മറ്റേ ജോലിയുള്ളവൻ. ഇവൻ തന്നെ പേപ്പർ കൊടുക്കാണ്. ഇവൻ അവിടെ ഇവിടെയൊക്കെ കോപ്പർ കൊണ്ട് കിടക്കണം. ഇവൻ്റെ ഉള്ള രീതിയാണ്. എവറാളുടെ കൈ പിടിച്ചാൽ അവർക്ക് തരാൻ പറ്റണ സാധനം അവൻ കൈ പിടിക്കും. എടാ പിന്നെ നിങ്ങൾ മറ്റേ PC കാര്യം കാണില്ലേ, അത് ഞാൻ ഈ അടുത്ത് അറിഞ്ഞെന്ന് തോന്നുന്നു. മറ്റേ സ്പിയർ വെച്ചിട്ട് പെട്ടെന്ന് പോകാൻ പറ്റുന്നതാണ്. എടാ അത് നിങ്ങൾ വെറുതെ മൊബൈലിലിട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് കാര്യമില്ലേ. അത് അടിച്ചിട്ട് അപ്പം തന്നെ സ്വിച്ച് ചെയ്യാൻ PC ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റും. ചിലപ്പോൾ ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും ഉപയോഗിക്കുക. ലൂഞ്ച് അങ്ങനെ എന്തോ ഒരു ഇത്. പിന്നെ അൺബ്രേക്കിംഗ് ഓടണം ആട്ടോ. പിന്നെ കുറച്ച് നേരത്തേക്ക് പറ്റും. ഗോളം ഒരു ഗോളം ഇവിടെ ഉണ്ട്. 2 എണ്ണം ഉണ്ട്. അപ്പം ഒരു ഗോളം ഉണ്ട്. രണ്ടാമത്തെ ഒരു ഗോളം എവിടെയെങ്കിലും ഉണ്ടാകും. സാധാരണ ഒരു വില്ലേജ് 2-3 എണ്ണം കാണുന്നുണ്ടാവും. ഇപ്പം അന്വേഷിച്ചിറങ്ങിയാൽ കൊന്നില്ല. തൽക്കാലം ഞാനിപ്പോൾ ഏണി ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. ഷീൽഡൊക്കെ വേണം, കാരണം ഹാർഡ് കോറാണ്. കൃഷിക്ക് പോയാൽ ഒരു പണി കിട്ടും. അല്ല മൈൻഡ് ഷാഫ്റ്റിക്ക് എൻഡിക്കൊന്ന് പോകുമ്പോൾ ഞാൻ മറ്റേ ഇതെല്ലാം ഉള്ളത് ഈ എന്നിട്ട് ലെതറിൻ്റെ ആർമറല്ലേ ഇടുന്നത്. അവിടെ ഇതിനെ കാട്ടുമ്പോൾ അതൊരു മരം വെട്ടിയാൽ പോലെയുള്ളൂ. അവിടെ ഈ വീഡിയോ കാണുന്നതിൽ എത്ര ആൾക്കാർ ഗെയിം തെറാപ്പിസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തെന്നൊന്ന് പറയൂ. അറിയാനാണ് ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ സബ്സ്ക്രൈബർ എന്തോരം പേരാ ഈ വീഡിയോ കാണുന്നത്. ഗെയിം തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ നൂബ് മാസ്റ്റർ അല്ലാണ്ട് ഗെയിമർ ബോയ് റാൻഡ ആലും ദിൽജില് ചെറിയ ആലും ഒരാളിലെ അറിയണം. അല്ല ആയിലെ സബ്സ്ക്രൈബർ ആണെങ്കിൽ
ഈ സാധനമുള്ളപ്പോൾ ഒരു കുഴപ്പം പറയട്ടോ. ഇങ്ങനെ ഇതിടുമ്പോൾ നിങ്ങൾ അറിയാണ്ട് ഇവിടെ അവിടെയൊക്കെ നിൽക്കുമ്പോഴേ ഈ കാണുന്ന ഒരു ഇത് കണ്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് ഈ സാധനം ഇവിടെ 4% ഉണ്ടോ, അത് തൊട്ടാൽ ഇങ്ങനെ അടിക്കും. അപ്പോൾ മൈൻഷാഫ്റ്റിലേക്ക് ചിലപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇറങ്ങാനായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവർ ബൈ. അപ്പോൾ നമ്മൾ വേറെ എക്സിറ്റ് അടിച്ചിട്ട് പോകണേ. 3 ഈ വീഡിയോ 20 മിനിറ്റ് ഉണ്ട്. എത്ര 900 എത്ര കണ്ടോ MB. ഹാർഡ് കുറവിടെ കിടക്കുന്നു. ഇതെന്നെ നോക്കിയടാ MZRP ക്രിയേറ്റീവ് വില്ലേജ് തട്ടിക്കൂടുന്നത്. ഇത് ഞാൻ മറ്റേ ഗെയിം തെറാപ്പിസ്റ്റ് കോപ്പി അടിച്ചതാണ്. പിന്നെ ഇത് ഞാൻ കൂട്ടുകാരായിട്ടുണ്ടാക്കിയത്, ഇതും കൂട്ടുകാരായിട്ടുണ്ടാക്കി. ഇത് യൂട്യൂബിൻ്റെ പാർട്സ് ആയിട്ടാണ് അവർ ഉണ്ടാക്കിയത്. 3% അടുത്ത പാട്ട് കാണാനേ ബൈ. അടുത്ത പാട്ട് വേണമെങ്കിൽ ലൈക്ക് ആകാം, അവനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാണ്ടെങ്കിൽ അടുത്ത പാട്ടായിട്ടിടാം.